കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. ബിന്ദുവിന്റെ മരണം ഹൃദയഭേദകമെന്നും സർക്കാർ കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്നും വീണ ജോർജ് പറഞ്ഞു. ജി ശ്രീജിത്ത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് വീണ ജോർജ് ബിന്ദുവിന്റെ വീട്ടിലെത്തിയത്. അപകടമുണ്ടായി 2 ദിവസമായിട്ടും വീണ ജോർജ് എത്താത്തതിൽ പല രീതിയിലുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ കുടുംബത്തെ വിളിച്ച് നേരത്തെ തന്നെ മന്ത്രി സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ രാവിലെ തന്നെ അവരുടെ വീട്ടിലേക്ക് എത്തുകയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നേരിട്ട് കേൾക്കുകയും കുടുംബത്തിൻ്റെ വിഷമങ്ങളിൽ കൂടെ ഉണ്ടാകും, സർക്കാർ ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പും നൽകുകയുമാണ് ചെയ്തത്. രാവിലെ 7 മണിയോടെ 7:15 ആയിരുന്നു ആരോഗ്യമന്ത്രി തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. ഒരു വശത്ത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷമുള്ളത്. അതിനിടയിൽ ആരോഗ്യമന്ത്രി ഇന്ന് ആരെയും അറിയിക്കാതെ തന്നെ രാവിലെ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതനെയും മറ്റ് കുടുംബാംഗങ്ങളെയും ആരോഗ്യമന്ത്രി നേരിട്ട് കണ്ട് സംസാരിച്ചു, അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നമ്മൾ നേരത്തെ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോൾ ഇന്ന് മന്ത്രി എത്തിയേക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോൾ വരുമെന്ന ഉറപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ മന്ത്രിയുടെ സന്ദർശന വാർത്തയാണ് പിന്നെ കേട്ടത്. എന്താണ് വിശദാംശങ്ങൾ? പ്രത്യേകിച്ച് ആരെയും സാധാരണഗതിയിൽ സർക്കാർ മന്ത്രിമാരുടെ സന്ദർശനമൊക്കെ PRD വഴിയൊക്കെ അറിയിച്ച ശേഷമാണ് എത്തുക, അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഏതെങ്കിലും വഴിക്ക് അറിയിക്കാറുണ്ട്. ഇങ്ങനെ ഒരു അറിയിപ്പും ഇല്ലാതെയാണ് ഇന്ന് ആരോഗ്യമന്ത്രി എത്തിയത്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ ശേഷം ആ വീട്ടിൽ സ്ഥിരമായി മാധ്യമങ്ങൾ തമ്പടിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. ഒരു പരിധിവരെ രഹസ്യമായൊരു ഒരു സന്ദർശനം നടത്താൻ വീണ ജോർജ് തീരുമാനിച്ചു എന്നത് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പാർട്ടി ചാനൽ അല്ലെങ്കിൽ ദേശാഭിമാനി പോലുള്ള പത്രങ്ങളെ പോലും അറിയിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അത്തരം മാധ്യമങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ കുടുംബത്തോടൊപ്പം നിൽക്കും, കുടുംബത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഒപ്പം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ആരോഗ്യമന്ത്രി നൽകുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മന്ത്രി VN വാസവൻ സന്ദർശിച്ചപ്പോഴുമെല്ലാം ഈ സർക്കാരിന്റെ വാക്കുകളിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന നിലപാടാണ് ഈ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണോ അതോ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എതിർപ്പുണ്ടാകും എന്ന് കരുതിയാണോ എന്ന് അറിയില്ല. എന്തായാലും ആരോഗ്യമന്ത്രി ഇങ്ങനെ ഈ നിലയിലൊരു പ്രതികരണം മാത്രമാണ് ഫലത്തിൽ നൽകി മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K. അനിൽകുമാർ, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി രഘുനാഥ് ഉൾപ്പെടെയുള്ളവർ ആരോഗ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പാർട്ടി അതീവ രഹസ്യമായി അറിഞ്ഞുകൊണ്ടൊരു സന്ദർശനം എന്ന നിലയിലാണ് ഇപ്പോൾ ഇതിനെ കാണേണ്ടത്. രാവിലെ ഏതാണ്ട് 7 മണിക്ക് തന്നെ വീണ ജോർജ് വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. 2 ദിവസത്തിനുള്ളിൽ വരും എന്ന മുന്നറിയിപ്പാണ് നേരത്തെ ഈ കുടുംബത്തെ ആരോഗ്യമന്ത്രി ഫോണിൽ വിളിച്ചപ്പോൾ അറിയിച്ചിരുന്നത്. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ്. ഇനിയും വൈകുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് കൂടുതൽ വിവാദമാകും എന്നുള്ളത് കൊണ്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീജ, മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം. അതിന് മുൻപ് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. മന്ത്രിയുടെ സന്ദർശന ശേഷം വിശ്രുതൻ്റെ വാക്കുകളിലേക്ക്. സർക്കാർ എൻ്റെ കൂടുതലുണ്ടെന്ന് കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവും ഒക്കെ വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല വരും നാളെ. ഇന്ന് വരാമെന്ന് എനിക്കറിയത്തില്ല, കുഞ്ഞു പറഞ്ഞായിരുന്നു. പിന്നെ പോയിട്ട് ശിഖാവ് തങ്ങൾ, അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത്രയും ദൂരത്തുനിന്ന് ഒരാൾ മലപ്പുറത്ത് നിന്ന് വരുന്ന പുള്ളിയാണ്. ആ പുള്ളി പിന്നെ വ്യക്തി വരെ നമ്മുടെ കുടുംബത്തിൽ വന്ന് എൻ്റെ ഈ ദുഃഖത്തിൽ പങ്കുചേർന്നത്. പിന്നെ കുഞ്ഞാലി കുടിച്ച എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അല്ല, എനിക്കത് ഒരു സങ്കടം തോന്നി. ഇവരെയൊക്കെ ഞാൻ TV കണ്ടിട്ടുള്ളൂ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയായിരുന്നു. എന്നുവെച്ചാൽ ഈ ഭാഗത്തുള്ള നാനാതുറയിലുള്ള എൻ്റെ ഈ നാട്ടുകാരും എല്ലാം ഞങ്ങളുടെ കൂടെ ഒത്തുപിടിക്കുകയായിരുന്നു. നാട്ടുകാരെ നമ്മളെ മറക്കാൻ പറ്റത്തില്ല, നാട്ടുകാർ ചേർന്ന് പിടിക്കുകയായിരുന്നു. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, അതായത് കുടുംബം സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഇടപെടലുകളിൽ അവരുടെ നടപടികളിലൊക്കെ സംതൃപ്തരാണ്. പക്ഷേ അതേസമയം പ്രതിപക്ഷം ഒട്ടും തൃപ്തരല്ല. പ്രതിപക്ഷം മന്ത്രിയുടെ രാജി അല്ലാതെ ഇനി ഒരു സമവായത്തിനുമില്ല, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണല്ലോ.
ഇന്നലെയും മിനിയാന്നും നമ്മൾ കണ്ട പ്രതിഷേധങ്ങൾ, അതിന് സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമോ? എന്താണ് വിവരങ്ങൾ? പ്രതിഷേധങ്ങൾ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യമന്ത്രി പോകുന്ന പരിപാടികളിലൊക്കെ പ്രതിഷേധം, വിവിധ മന്ത്രിമാർ, മന്ത്രി വി എൻ വാസവൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ പ്രതിഷേധം ഈ നിലയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരുമെന്ന് തന്നെയാണ് UDFന്റെ പ്രഖ്യാപനം. കാരണം ഒന്ന്, ജില്ലാ കളക്ടറുടെ അന്വേഷണം പോരാ ഇക്കാര്യത്തിൽ, ജുഡീഷ്യൽ അന്വേഷണം വേണം. അതായത് ജില്ലാ കളക്ടർ ഈ ആശുപത്രി വികസന സമിതിയുടെ അധ്യക്ഷനായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ നിലയ്ക്ക് അവിടെ നടന്നൊരു വീഴ്ചയെക്കുറിച്ച് കളക്ടർ അന്വേഷിച്ചാൽ പോരാ എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ സംഘടനകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. എന്തായാലും ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഈ സമരം ഒരു രാഷ്ട്രീയ പോരായി ഇത് തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആരോഗ്യമന്ത്രിയെ ഫലത്തിൽ ന്യായീകരിക്കുകയാണ് ഈ CPIM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഒരു രാഷ്ട്രീയ പോരിലേക്ക് ഇത് അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നടപടികൾ ഇപ്പോൾ വീഴ്ചയില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത എന്നതിനപ്പുറം മറ്റൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കാൻ വയ്യ. സൂപ്രണ്ടിനെ അടക്കം ഫലത്തിൽ പുകഴ്ത്തി പറയുകയാണ് മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസവും ചെയ്തിട്ടുള്ളത്. കളക്ടറുടെ റിപ്പോർട്ട് വളരെ വേഗത്തിലാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ PWDയുടെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഒക്കെ റിപ്പോർട്ട് കൂടി കളക്ടർ തേടിയിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് വെച്ച് വേണം ഒരു അന്തിമമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ. ഒരാഴ്ചക്കകം റിപ്പോർട്ട് എന്നുള്ളതാണ് കളക്ടർ ഇന്നലെയും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഒരു രാഷ്ട്രീയ വിവാദമായി ഇത് അവസാനിക്കും. ഇത് ബിന്ദുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുടുംബത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏതറ്റം വരെയാണ് പോവുക, ഈ മക്കൾക്ക് ജോലി, മകൾക്ക് അല്ലെങ്കിൽ മകനോ ജോലി എന്ന കാര്യത്തിലൊക്കെ എന്തായിരിക്കും നിലപാട് എന്നൊക്കെയുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് രാവിലെ 7 മണി കഴിഞ്ഞ ശേഷമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിൻ്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയത്. കുടുംബത്തിന് സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് ആരോഗ്യമന്ത്രി മടങ്ങിയത്.